നായികയായി മാത്രമേ അഭിനയിക്കൂ എന്ന് നിർബന്ധം പിടിക്കാതെ ചെറുതും വലുതുമായ ഒട്ടേറെ വേഷങ്ങളിലൂടെ 80കളിലെ സിനിമയുടെ പ്രധാന ഭാഗമായി മാറിയ താരമായിരുന്നു ജലജ. ഷീലാമ്മയും ജയഭാരതിയും ഒക്കെ നിറഞ്ഞു നിന്ന സ്ക്രീനിലേക്കാണ് താരപരിവേഷം ഒന്നുമില്ലാതെ താൻ കടന്നു വന്നതെന്ന് ജലജ പറയുന്നു. അക്കാലത്ത് തന്നോടൊപ്പം അഭിനയിച്ച നടന്മാരും വലിയ താരപരിവേഷമൊന്നും ഇല്ലാത്തവരായിരുന്നു. നെടുമുടി വേണുചേട്ടനും വേണു നാഗവള്ളിച്ചേട്ടനും ഭരത് ഗോപിച്ചേട്ടനുമെല്ലാം വ്യത്യസ്തമായ ജീവിതഗന്ധിയായ ചിത്രങ്ങളിൽ അഭിനയിച്ചവരായിരുന്നു ഞങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമയിലെ ആദ്യത്തെ ന്യൂ ജനറേഷൻ ഞങ്ങളാണ്. ദൈവാനുഗ്രഹ എല്ലാത്തരം സിനിമകളിലും അഭിനയിക്കാൻ കഴിഞ്ഞു. തന്നെ തേടി വന്ന അവാർഡ് പോലും തികച്ചും യാദൃച്ഛികമായിരുന്നുവെന്നാണ് ജലജ പറയുന്നത്. ലെനിൻ രാജേന്ദ്രന്റെ വേനൽ എന്ന സിനിമയ്ക്കായിരുന്നു സംസ്ഥാന അവാർഡ് ലഭിച്ചത്. അന്ന് വളരെ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു നടിയായിരുന്നു ആ കഥാപാത്രം ചെയ്യാനായി കാസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ മറ്റൊരു വലിയ പടം കിട്ടിയപ്പോൾ അവർ കാലുമാറി. അങ്ങനെ ഒരു ദിവസം അണിയറക്കാരെല്ലാം കൂടി വീട്ടിൽ വന്ന അച്ഛനെ കണ്ടു. എനിക്ക് വലിയ മാർക്കറ്റ് വാല്യൂ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ അവരെ ഒഴിവാക്കാൻ നോക്കി. പക്ഷേ അവർ നിർബന്ധിച്ചു. ആ സിനിമയ്ക്കാണ് എനിക്ക് അവാർഡ് ലഭിച്ചത്. നല്ല അവസരങ്ങൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കണമെന്നുണ്ട്. പേരിന് വേണ്ടി മാത്രം അഭിനയിക്കില്ലെന്നും ജലജ കൂട്ടിച്ചേർത്തു.